പ്രിയ വിദ്യാർത്ഥികളെ, മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിനെ കുറിച്ചും പെക്യൂലിയർ ഐറ്റത്തിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഫോർമാറ്റുകളും പ്രോബ്ലംസും എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. എല്ലാവരും പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സാമിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ വളരെയധികം റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ തന്നിരിക്കുന്ന ഓപ്ഷൻസ് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ റിയൽ അക്കൗണ്ട് ആണ്. കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനോട് സിമിലർ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോ ക്യാഷ് റെസിപ്റ്റ്സ് ഓൺ ഡെബിറ്റ് സൈഡ്. ക്യാഷ് റെസിപ്റ്റ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്യാഷ് പേയ്മെന്റ്സ് ആണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഹെൻസ് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു റിയൽ അക്കൗണ്ട് ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. 2, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ട്രാൻസാക്ഷൻ ഓഫ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഫോർമാറ്റില്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് നമ്മൾ റവന്യൂ നാച്ചർ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് റവന്യൂ നാച്ചർ, ക്യാപിറ്റൽ നാച്ചർ, ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, ഇൻകം ഓഫ് ഓൺലി റവന്യൂ നാച്ചർ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ ക്യാപിറ്റൽ നാച്ചർ. ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? റവന്യൂ നാച്ചർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ആസ്പെക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ നാച്ചുറൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ നാച്ചുറൽ ഐറ്റംസ് മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. 3, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിവീൽസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണ്? നമുക്കറിയാം എന്താണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, നെറ്റ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിന്റെ ഫോർമാറ്റിൽ ഉണ്ടായിരുന്നു. എവിടെയാണ്? സർപ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സസ് ഓഫ് ഇൻകം ഓവർ ദ എക്സ്പെൻഡിച്ചർ അല്ലെ? ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാകുമ്പോൾ അവിടെ എന്ത് വരുന്നു? ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാകുമ്പോൾ സർപ്ലസ് വരുന്നു. അഥവാ അല്ലെങ്കിൽ എന്ത് വരുന്നു? ഡെഫിസിറ്റ് ആണ് വരിക. എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ ഡെഫിസിറ്റ് ആണ് വരുന്നത്. 4th question. In non-profit organization, excess of asset over liability is called. Correct answer ജനറൽ ഫണ്ട് ആണ് അഥവാ ക്യാപിറ്റൽ ഫണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ജനറൽ ഫണ്ട്, ക്യാപിറ്റൽ. കറക്റ്റ് ആൻസർ ജനറൽ ഫണ്ട് ആണ്. അസറ്റ് കൂടുതലും ലയബിലിറ്റീസ് കുറവും, അതായത് തമ്മിലുള്ള ഡിഫറൻസ്, അസറ്റ് കൂടുതലും ലയബിലിറ്റീസ് കുറവാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് എന്ത്? ജനറൽ ഫണ്ട് അഥവാ ക്യാപിറ്റൽ ഫണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ. The amount of entrance fee received by a non-profit organization, if it is received regularly, is shown in which of the following? നമുക്ക് എൻട്രൻസ് ഫീസ് റെഗുലർ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റെഗുലർ ആയിട്ട് നമുക്ക് എൻട്രൻസ് ഫീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എൻട്രൻസ് ഫീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കത് ഒരു ഒറ്റ തവണയായിട്ട് കിട്ടുകയാണ് എങ്കിൽ
എൻട്രൻസ് ഫീസ് നമുക്ക് ഒറ്റ തവണയായിട്ട് കിട്ടുകയാണെങ്കിൽ, റെഗുലർ ആയിട്ടല്ല, നോൺ റെക്കറിംഗ് നേച്ചർ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മാർക്ക് ചെയ്യുക? ലയബിലിറ്റി സൈഡിലാണ് മാർക്ക് ചെയ്യുക. അതായത് ലയബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് അപ്പോൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ നമുക്കിത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, എൻട്രൻസ് ഫീസ് മാത്രം നമുക്ക് തന്നിരിക്കുകയാണ്. അത് റെഗുലർ ആയിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ തവണയാണോ തന്നിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് അത് ക്രെഡിറ്റ് സൈഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് which one is shown in the receipt and payment account? തന്നിരിക്കുന്നതിൽ ഇതിലേതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഡിപ്രീസിയേഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആക്ച്വൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കുന്നത്. ഇവിടെ ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആയിട്ട് വരുന്നത് ഒരു ഐറ്റം ഉള്ളൂ. ഏതാണ്? ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആണ്. ബാക്കിയൊക്കെ എന്താണ്? നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഐറ്റംസും അക്രൂഡും ഡിപ്രീസിയേഷൻ ഓൺ ക്യാഷ് ഐറ്റംസ് ഒക്കെയാണ്. അതൊക്കെ നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റിലൊക്കെ എടുക്കുന്ന ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ലൈഫ് മെമ്പർഷിപ്പ് ഫീ മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കുക. Seventh one, the amount of subscription received from members by a non-profit organization is shown which of the following? Subscription received from members. Members ന്ന് കിട്ടുന്ന subscription നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാണ്, മെമ്പേഴ്സിന്റെ നമുക്ക് പൈസയെങ്കിൽ അത് കിട്ടുകയാണ്. അത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് എന്നുള്ള ഐറ്റം നമ്മൾ റെക്കോർഡ് ചെയ്യുക. 8th one, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങുന്ന ഡൊണേഷൻ, അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, should be credited to separate account and shown in the balance sheet, should be shown in the asset side, should not be recorded at all. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലെ കറക്റ്റ് ആൻസർ ഡൊണേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിലാണ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. സ്പെസിഫിക് ഫണ്ടാണ്, സ്പെസിഫിക് ഫണ്ടായിട്ട് നമ്മൾ ഡൊണേഷൻ കാണിക്കാറുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ക്യാപിറ്റലൈസ്ഡ് ഇൻകം ആണ്. നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ഈ ഐറ്റം നമ്മൾ കാണിക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓൾ ദ എബോവ്. ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, ഏതാണ് വരിക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. 10th question, the receipt and payment account is a summary of debit and credit balance of ledger account, cash receipts and payment, expenses and income, asset and liability. കറക്റ്റ് ആൻസർ വരുന്നത് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റിസീപ്റ്റ്സും പേയ്മെന്റ്സും ആണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. 11th one, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രയൽ ബാലൻസ് ഷോ ഡെബിറ്റ് ബാലൻസ്, ഈക്വൽ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, സസ്പെൻസ് അക്കൗണ്ട്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ട്രയൽ ബാലൻസ് കാണിക്കുന്നത് എപ്പോഴും എന്താണ്? ഈക്വൽ ബാലൻസ് ആയിരിക്കും കാണിക്കുക. ഈക്വൽ ബാലൻസ് ആയിരിക്കും കാണിക്കുക, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട് ബോത്ത്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എക്സ്പെൻസസും ഇൻകം ആണ്. എക്സ്പെൻസസും ഇൻകവും ഏതിലാണ് വരിക? ഏത് അക്കൗണ്ടിലാണ് വരിക? നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്ത് അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട് ആണ്. 13th one, receipts and payment account begins with the opening balance of receipt, payment, creditors, cash. കറക്റ്റ് ആൻസർ ക്യാഷ് ആണ്. നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ക്യാഷ് ബാലൻസിലാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ
ഇവിടെ ചോദിച്ചിരിക്കുന്നത് begins with the opening balance of cash ആണ് correct answer. Receipt and payment account records all receipts and payments of current year, previous year, subsequent year, all of these. നമ്മൾ receipt and payment account പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാ ഇയറിലെയും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും. കറണ്ട് ഇയർ ആണെങ്കിലും പ്രീവിയസ് ഇയർ ആണെങ്കിലും സബ്സിക്വന്റ് ഇയർ ആണെങ്കിലും എല്ലാ ഇയറിലെയും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇയറിൽ എടുക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നത് കറണ്ട് ഇയറിലെ മാത്രം എക്സ്പെൻസ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, സബ്സിക്വന്റ് ഇയർ, അപ്പോൾ ഇവിടെ എടുക്കുന്നത് ഓൾ ഓഫ് ദീസ് എല്ലാം കൺസിഡർ ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, എൻട്രൻസ് ഫീ, ഓൾ ഓഫ് ദ എബോവ്. സോഴ്സ് ഓഫ് ഇൻകം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഇൻകത്തിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് അതൊരു ഇൻകം ആണ്. ഡൊണേഷൻ, എൻട്രൻസ് ഫീ ഇതൊക്കെ തന്നെയാണ് ഇൻകം ആണ്. അപ്പൊ ഏതാ ആൻസർ വരിക? ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ. 16th one, amount received from sale of grass by a club should be treated as. നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് ആവാം, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ആവാം, അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗ്രാസ് ആവാം. അങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് അല്ലെങ്കിൽ വരുമാനം എന്നുള്ളത് നമ്മൾ എഴുതുന്നത് റെസിപ്റ്റ് സൈഡിലാണ് എഴുതാറ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ, അതായത് അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല, അസറ്റ് അല്ല, എൻഡിങ് അല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗ്രാസ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ആവാം, സെയിൽ ഓഫ് സ്ക്രാപ്പ് ആയാലും ഇത് തന്നെയാണ് ആൻസർ വരിക. The amount received for sale of old sports material by a non-profit organization is shown in which of the following? Amount received for sale of old sports material. Old sports materials നമ്മൾ സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഗ്രാസ്, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതൊക്കെ ഇൻകം തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് ഇത് എഴുതുക. എമൗണ്ട് റിസീവ്ഡ് ഫോർ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇതൊരു ഇൻകം ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡ്, ഇവിടെ മറ്റുള്ള ഓപ്ഷൻസ് എന്തായിരുന്നു? ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ഇതൊന്നും അതിന്റെ ആൻസർ അല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. 18th one, if there is a match fund, നമ്മൾ മാച്ച് ഫണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞതാണ്. Then match expenses and match income are transferred to income and expenditure account, asset side of balance sheet, liability side of balance sheet, both income and expenditure account to balance sheet. ഇതിലെ കറക്റ്റ് ആൻസർ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് അറിയാം. മാച്ച് ഫണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് അതിന്റെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻകംസ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് എവിടെയായിരുന്നു? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ അതിന്റെ ഒരു പെക്യുലിയർ ഐറ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മാച്ച് ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത് എവിടെ എഴുതേണ്ടത്? ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. മാച്ച് ഫണ്ട്, ദർ ഇസ് എ മാച്ച് ഫണ്ട്, then match expenses and income are transferred to liability side of balance sheet. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് നമുക്ക് ഉള്ള കറക്റ്റ് ആൻസർ. 19th one, subscription received in advance during the current year. കറണ്ട് ഇയറിൽ ലഭിച്ച സബ്സ്ക്രിപ്ഷൻ, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ, അതായത് അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ ഇയറിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഇയറിലെ എന്തല്ല? സബ്സ്ക്രിപ്ഷൻ അല്ല, ഈ ഇയറിലെ ഇൻകം അല്ല, അത് അടുത്ത ഇയറിലെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് എന്താണ്? ഇൻകം അല്ല, അസറ്റ് അല്ല, നേരെ മറിച്ച് എന്താണ്? ലയബിലിറ്റി ആണ്. ഒരു ലയബിലിറ്റി ആണ്, നൺ ഓഫ് ദീസ് അല്ല. അപ്പോൾ ലയബിലിറ്റി ആണ് ഇവിടെ എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 20th one, donation of ₹1000. ഡൊണേഷൻ 1000. ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ട്. ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ
എന്തിനാണ് ഇൻകം സൈഡിലാണ് കാണിക്കുക, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. എന്നാൽ സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഇവിടെ ജനറൽ ഡൊണേഷൻ ആണ് തന്നിരിക്കുന്നത്, വേറെ ഒന്നും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ടില്ലേ, ചെറിയ എമൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻകം സൈഡിൽ കാണിക്കാം. അത് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി റോങ് ആൻസർ ആണ്. 21 ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഈസ് എ എന്ത് റെസിപ്റ്റ് ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ? ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻസസ്, സ്പെസിഫിക് ഡൊണേഷൻ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്താ റെസിപ്റ്റ് സൈഡിൽ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമുക്ക് എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻസസ്, സ്പെസിഫിക് ഡൊണേഷൻ ഒക്കെ റോങ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. 22 the amount received by a non-trading concern as per the will of deceased person is known as donation specific, donation general, legacy, grant. അതായത് ഒരു ഡിസീസ്ഡ് പേഴ്സന്റെ ഇഷ്ടദാന പ്രകാരം, അതായത് ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വത്തുക്കള് ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷന് കൈമാറാം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല്, അദ്ദേഹത്തിന്റെ ഒരു സമ്മതപത്രം അല്ലെങ്കിൽ ഇഷ്ടദാനം എഴുതി വെച്ചിരിക്കും. അങ്ങനെ ലഭിക്കുന്ന എമൗണ്ട് നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് പെക്യൂലിയർ ഐറ്റത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു പോയിന്റ് ആണ് എന്താണ് ലെഗസി എന്നാണ് അതിന് പറയുക. ലെഗസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെഗസി ഡൊണേഷൻ സ്പെസിഫിക്, ഡൊണേഷൻ ജനറൽ, ഗ്രാന്റ് തെറ്റായ ആൻസർ ആണ്. ലെഗസി ആണ് കറക്റ്റ് ആൻസർ. Donation received for construction of a building is a dash receipt. ഒരു സ്പെസിഫിക് പർപ്പസ് ആണ്, കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി കിട്ടുന്ന ഡൊണേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഇസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ, ലയബിലിറ്റി, അസറ്റ് തെറ്റായ ആൻസർ ആണ്. കറക്റ്റ് ആൻസർ എന്താണ് ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്. 24 opening balance of a subscription outstanding from members is an ഒരു ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇവിടെ നിന്നാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രം മെമ്പേഴ്സ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അതിന്റെ ഓപ്പണിംഗ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ലയബിലിറ്റി, അസറ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകം ആണ്, എന്താണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വലിയ സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതെന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ആയിക്കോട്ടെ, അത് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? അസറ്റ് ആയിട്ട്. നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞതാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ എഴുതാറുള്ളത്. അതായത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷനും ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് എവിടെയാണ് എഴുതേണ്ടത്? അസറ്റ് സൈഡിലാണ് എഴുതാം. 25 statement for the calculation of revenue of a non-profit concern is known as. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് റവന്യൂ കാൽക്കുലേഷന് വേണ്ടി നോൺ പ്രോഫിറ്റ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്നത്? തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. കറക്റ്റ് ആൻസർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. കറക്റ്റ് ആൻസർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. കാരണം റവന്യൂ ഓഫ് എ നോൺ പ്രോഫിറ്റ് കൺസേൺസ് ആണ്. റവന്യൂ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.